ഷാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ. കേരളത്തിൻ്റെ നാട്ടുവഴക്കം അഥവാ ഫോക്ക്ലോർ പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരു വലിയൊരു വിഭാഗം മതാത്മക ഫോക്ക്ലോറാണ് എന്ന് നമുക്ക് പറയാം. ഇവിടെ ഹിന്ദുക്കളുടെ ഫോക്ക്ലോറുണ്ട്, മുസ്ലിമീങ്ങളുടേതുണ്ട്, ക്രിസ്ത്യാനികളുടെ ഫോക്ക്ലോറുണ്ട്. അതൊന്നും അല്ലാത്ത സെക്കുലറായിട്ടുള്ള ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രത്യേക മതത്തിൻ്റെ ഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നതിലുപരി ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്ന രൂപത്തിലുള്ള മതാത്മക ഫോക്ക്ലോറും ഉണ്ട്. ക്രിസ്ത്യാനികളുടെ ഫോക്ക്ലോറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഒരുപക്ഷെ തോമസ് ലീഹ കേരളത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു മതപ്രചാരണത്തിൻ്റെ ഭാഗമായി കുറേ ഫോക്ക്ലോർ രൂപങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ജനസമൂഹത്തിൻ്റെ പൈതൃകം അതിൻ്റെ നാടൻ കലകളും സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. തലമുറകളായി കൈമാറി വന്ന ഇത്തരം നാടൻ സാംസ്കാരിക വിശേഷങ്ങളെക്കുറിച്ച് അറിയേണ്ടതും പഠിക്കേണ്ടതും നമ്മുടെ ആവശ്യം തന്നെയാണ്. സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ശക്തി അത് ചരിത്രത്തിലെ ഈ ഗാനമാണ്, ഗാനരീതികളാണ്. അപ്പം അത് സ്രോതസ്സാണ്, ശക്തമായിട്ടുള്ള ഒരു ചരിത്ര സാക്ഷ്യമാണ്. അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൺസെഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് ചരിത്രമായിട്ട് തന്നെ വളർന്ന് വന്ന് വലുതായി വന്നതാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഇപ്പോഴത്തെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ കാണുന്ന വൈവിധ്യങ്ങൾ, അതിന് ഓരോ കാരണമുണ്ട്. അപ്പോൾ ആ കാരണങ്ങളൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതോടൊപ്പം തന്നെ അവയ്ക്ക് എങ്ങനെയാണ് അവ ഈ ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തെ, ചരിത്രത്തെ, സംസ്കാരത്തെ സ്പർശിച്ചത് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ആവശ്യമാണ്. സാംസ്കാരികമായി ഒട്ടേറെ പുതുമകളുള്ള ഒരു ജനസമൂഹമാണ് നമ്മൾ കേരളീയർ. നാടൻ കലാപാരമ്പര്യത്തിൽ എന്നും ഏറെ സമ്പന്നമാണ് കേരളം. ഇത്തരത്തിൽ നാം ശ്രദ്ധിക്കാതെ പോയ സമ്പന്നമായ ഒരു ശാഖയാണ് ക്രിസ്ത്യൻ ഫോക്ക്ലോറിൻ്റെ നാട്ടുവഴക്കങ്ങൾ. ഈ മേഖലയിൽ ഒട്ടേറെ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുള്ള ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ മലയാള വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ലീന ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. നാടൻ പാട്ടിലെ നസ്രാണി പെരുമയുമായി. നാടൻ പാട്ടിലെ നസ്രാണി പെരുമയിലേക്ക് സ്വാഗതം. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് നാടൻ പാട്ടുകൾ. ക്രിസ്ത്യൻ നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന ഒരു മേഖല അത്രയധികം ആർക്കും പരിചയമുള്ളൊരു മേഖലയല്ല. ടീച്ചർ ഗവേഷണ വിഷയമായിട്ട് തന്നെ ഈ ക്രിസ്ത്യൻ നാടൻ പാട്ടുകളെ പറ്റിയിട്ട് ആ ഒരു മേഖല തിരഞ്ഞെടുത്തു. അതിനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ ജനിച്ചു വളർന്നത് ഒരു കുഗ്രാമം, തൃക്കൂർ എന്ന നാട്ടിലാണ്. അവിടെ ഈ പറഞ്ഞതായ നാടൻ പാട്ടിൻ്റെയും നാടൻ ചൊല്ലുകളുടെയും വായത്താരികളും എല്ലാം എനിക്ക് കേട്ടും കണ്ടും അറിയാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പോരാത്തന്നെ എൻ്റെ കുടുംബം മേലേടൻ തറവാടാണ്, മേലേടത്തെ തറവാടാണ്. ആ തറവാട്ടിൽ 1840കളിൽ 1900 ആ അടുത്ത് ഒരു അച്ഛൻ ഫ്രഞ്ച് കത്തനാർ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു പണ്ഡിതനായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ആളാണോ അതോ? അതെ, നാട്ടിലുള്ള ആളാണ്. അദ്ദേഹത്തെ പ്രാഞ്ചിന്ന് വിളിക്കുക. ഫ്രഞ്ച് കത്തനാർന്ന് അച്ഛന്മാർക്ക് പേര് കൊടുക്കുമ്പോൾ അങ്ങനെ വിദേശ നാമങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ അച്ഛൻ്റെ പുസ്തകം അച്ഛൻ കൈയെഴുത്ത് പ്രതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ പുസ്തകം
അതിനകത്ത് മേലെടുത്ത് തറവാട്ടിനെ കുറിച്ച്, അതായത് ഓരോ ഗോത്രങ്ങളെക്കുറിച്ച്, തറവാടിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ട് കണ്ടപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. ഇനി ടീച്ചർ ചെറുപ്പത്തിൽ തൊട്ട് അത് കണ്ടിട്ടുണ്ടോ? അത്തരം ആ രചന അതിനെ പറ്റിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതോ പിന്നീട്? ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചില്ല. ഞാൻ കോളേജിലൊക്കെ വന്ന് ഈ മേഖലയിലേക്ക്, ഫോക്ലോർ മേഖലയിലേക്ക് കടന്നപ്പോൾ എന്തുകൊണ്ട് ഈ അച്ഛൻ ഇങ്ങനെ ഒരു കുടുംബ ഗോത്രത്തെക്കുറിച്ച്, നമ്മൾ ജനോപർവം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ കുടുംബ ഗോത്രത്തെക്കുറിച്ചും മഹിമയെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചാലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പുസ്തകവുമായിട്ട് ഗൈഡിൻ്റെ അടുത്ത് ചെന്നത്, ഡോക്ടർ CR രാജഗോപാലൻ. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക്, ടീച്ചർക്ക് ഈ വിഷയം ക്രിസ്ത്യൻ പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ, ക്രിസ്ത്യൻ നാടോടിപ്പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ, ക്രിസ്ത്യൻ ചരിത്രം ഇഷ്ടമാണെങ്കിൽ ടീച്ചർ ഈ ഇങ്ങനെ ക്രിസ്ത്യൻ പാട്ടുകളിലേക്കുള്ള ഒരു യാത്ര തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ PhDയുടെ ആരംഭം കുറിക്കുന്നത്. അതിലെന്തെങ്കിലും വെല്ലുവിളികൾ, അതായത് നാടൻ പാട്ടും ക്രിസ്ത്യൻ പാട്ടും നമ്മൾ അത്രയധികം പ്രചാരത്തിലില്ലാത്തത് കൊണ്ടും ഇത് നമ്മൾ കേട്ടുകേഴ്വിയുള്ള ഒരു മേഖല ആയതുകൊണ്ട് ടീച്ചറിന് എന്തെങ്കിലും ഒരു എന്താ പറയുക, ആ തരത്തിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഈ ക്രിസ്ത്യൻ നാടൻ പാട്ടുകളെ കുറിച്ച് അധികം ആരും റിസർച്ച് നടത്തിയിട്ടില്ല, ഗവേഷണം നടത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് വാമൊഴിയായി കിട്ടുന്ന പാട്ടുകളെ തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാലോ, വയസ്സായവരൊക്കെ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരുമായിട്ട് കണ്ടെത്തി, അവരുമായിട്ട് സംസാരിച്ച്, അവരിൽ നിന്ന് പാട്ടുകൾ ശേഖരിച്ച് ആ പാട്ടിനെയാണ് ഞാൻ എൻ്റെ ഗവേഷണത്തിന്. അപ്പോൾ നമ്മുടെ കേരളത്തിന് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല തന്നെയാണല്ലോ ഈ നാടൻ പാട്ടുകൾ. അത് ക്രിസ്ത്യൻ പാട്ടുകളായിട്ടും രൂപാന്തരപ്പെടുമ്പോൾ അതിലുണ്ടാകുന്ന പ്രധാന വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ആ ഒരു വൈതരണികളൊക്കെ എങ്ങനെയാണ് അതിനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്? ക്രിസ്ത്യൻ സംസ്കാരവുമായിട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല, കേരള സംസ്കാരവുമായിട്ടാണ് പറയേണ്ടത്. കാരണം കേരള സംസ്കാരത്തിൻ്റെ ഒരു ശാഖയാണ് ക്രിസ്ത്യൻ സംസ്കാരവും. ഈ പാട്ടുകൂട്ടായ്മയും അത് തന്നെയാണ്, വാമൊഴി പാട്ടുകളാണ്. അപ്പോൾ ജീവിതത്തിൽ ആകമാനം ഈ ക്രിസ്ത്യൻ പാട്ടുകൂട്ടായ്മയുടെ പാട്ടുകളുടേതായ അനുരണനം കാണാനായിട്ട് സാധിക്കും. അത് വാമൊഴിയിലൂടെയാണെന്ന് മാത്രം. ശേഖരിക്കപ്പെട്ടില്ലാത്ത പാട്ടുകളെ കണ്ടെത്തി ശേഖരിക്കുക എന്ന മഹത്തായ ദൗത്യം അവിടെ ഉണ്ട്. അത് ഞാൻ കുറച്ച് കാലങ്ങളെ കൊണ്ട് നേടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും വിഭാഗങ്ങളെ അല്ലെ പ്രത്യേക വിഭാഗങ്ങളെ ഈ പാട്ടുകളുമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ? അതോ കോമൺ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടാണോ അത് നാടൻ പാട്ടുകളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നത്? അങ്ങനെ അതെങ്ങനെയാണത്? അതെ, ഇവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമുദായമായിട്ട്, സമൂഹമായിട്ട് അങ്ങേയറ്റം ചേർന്ന് പോകുന്നത് തന്നെയാണ് ക്രിസ്ത്യൻ പാട്ടുകൾ. ഈ ക്രിസ്ത്യൻ പാട്ടുകളിൽ നമുക്കൊരു പ്രത്യേകത കാണാൻ സാധിക്കും. ക്രിസ്ത്യാനികളെ സൂചിപ്പിക്കുന്ന ചില ചിഹ്നങ്ങൾ, ബിംബങ്ങൾ കാണാൻ സാധിക്കും. ആ ബിംബങ്ങളെ, ചിഹ്നങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു ബാധ്യത എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ ചിഹ്നങ്ങൾ, ബിംബങ്ങൾ, കാരണം ഫോക്ക് എന്ന് പറയുന്നത് ഒരു സംഘാതമാണ്, ഒരു കൊച്ചു സമൂഹത്തിൻ്റെ കൂട്ടം. ആ സംഘാതം എങ്ങനെ ഈ ഫോക്കിനെ കൈകാര്യം ചെയ്യുന്നു, പാട്ടിനെ കൈകാര്യം ചെയ്യുന്നു, അതിനെടുക്കുമ്പോൾ നമുക്ക് പിൽക്കാലത്ത്, അതായത് കാലങ്ങൾക്ക് മുൻപ് ഇവിടെ കേരളീയർ എങ്ങനെയാണ് ജീവിച്ചു വന്നത്, അവരുടെ സംസ്കാരം എന്തൊക്കെ നേടിയെടുത്തു എന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി അതിന് മുൻപുള്ള ക്രിസ്ത്യാനികളും അതിന് പിൻപുള്ള ക്രിസ്ത്യാനികളും അത് ഈ നാടൻ പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? ഉദയംപേർ സൂനഹദോസ് കൂടിയപ്പോൾ അതിൻ്റെ കാനോനുകളിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഇന്നത് ക്രിസ്ത്യാനികൾ ചെയ്തുകൂടാ, പറഞ്ഞുകൂടാ, അനുവർത്തിച്ചുകൂടാ എന്ന് ഉദയംപേർ സൂനഹദോസിൻ്റെ കാനോനുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മെനേസസ് മെത്രാപോലിത്ത ഇവിടെ വന്നപ്പോൾ രണ്ട് വിഭാഗക്കാരെ അവിടെ കണ്ടത്. ഒന്ന് മാർത്തോമ ക്രിസ്ത്യാനികൾ, രണ്ട് ഇവിടെയുള്ള ജ്ഞാന സമൂഹം. ഇങ്ങനെ രണ്ട് സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ വേർതിരിവുണ്ടായിരുന്നില്ല. ആ വേർതിരിവ് വന്നത് തീർച്ചയായിട്ടും ഈ കോളനൈസേഷൻ, കോളനീകരണം, പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് ഉണ്ടായതെന്ന് തീർത്തും സംഗതിയുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ പിന്നെ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നതിന് ശേഷം അവരുടെ ഈ ആചാര അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഈ പാട്ടുകൾ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടേണ്ട എന്നുള്ള അങ്ങനൊരു സഭാ തലത്തിലുള്ള
ചിന്തകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ളതായ സഭാതലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്നത് ചെയ്തുകൂടാ, ഇന്നത് ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു പോർച്ചുഗീസുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ ഇങ്ങനെയുള്ള ഒരു കാര്യം അവരറിഞ്ഞിട്ടേ ഇല്ല. കേരളത്തിൽ ക്രിസ്തുമതം ഉണ്ടെന്നും ക്രിസ്ത്യാനികളുടെ കേരള സംസ്കാരവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നും ഹൈന്ദവരുടേതാണ് എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉടലെടുത്തു. ഹൈന്ദവർ എന്ന വാക്കുകൂടെ പറയേണ്ട ആവശ്യമില്ല. കേരള സംസ്കാരവുമായിട്ട് ഇങ്ങനെ ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ടുകൾ മുൻപേ തന്നെ ഉണ്ടായിരുന്നു, നാടൻ ക്രിസ്ത്യൻ പാട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിബന്ധന വന്നപ്പോൾ ആ പാട്ടുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടുവെന്നും അല്ലെങ്കിൽ നാശോന്മുഖമായുമെന്നും പറയപ്പെടുന്നു. പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് മുൻപ് ക്രിസ്ത്യൻ നാടോടി ഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയാം. എവിടെ നിന്നാണ് ഇത് ക്രിസ്ത്യൻ നാടോടി പാട്ടുകളുടെ ആരംഭം എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റും? നാടൻ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എഴുതി വച്ച ശീലമില്ല, ഒക്കെ വാമൊഴിയായിട്ടാണ് അത് നമ്മുടെ ഇടയിലേക്ക് കടന്നു. അതായത് നാവിൻ തുമ്പിൽ നിന്ന് നാവിൻ തുമ്പിലൂടെ കൈമാറ്റം ചെയ്ത് കാതോട് കാത് അങ്ങനെ കേട്ടുകേൾവിയിലൂടെ പഠിച്ച ഒരു ശാഖയാണ് ഈ പാട്ടുകൂട്ടായ്മയിലൂടെ പുറത്തു വന്ന നാടൻ പാട്ടുകൾ. അപ്പോൾ എഴുതി വെക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഇത് എപ്പോഴാണ് കടന്നു വന്നതെന്ന് പറയാനായിട്ട് സാധ്യമല്ല. അതെ, അജ്ഞാത കർത്തൃത്വം എന്നാണ് ഞങ്ങൾ നാടൻ പാട്ടിനെ കുറിച്ച് പറയുക. അപ്പോൾ അത് എഴുതിയത് ആര്? കർത്താവില്ല. എപ്പോൾ എഴുതി? കാലമില്ല. അങ്ങനെയാണ് നാടൻ പാട്ട് കാലാകാലമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്ത്യൻ നാടൻ പാട്ടുകൾ, അതായത് നമ്മൾ ക്രിസ്ത്യൻ നാടൻ പാട്ടുകളുടെ സ്വാധീനമാണല്ലോ ഇത് വരും. അതെങ്ങനെ ഈ ഒരു നാടൻ പാട്ടിൽ നിന്ന്, നമ്മൾ കേരളത്തിലെ നാടൻ പാട്ടുകളിൽ നിന്ന് ഓരോ ഗോത്രങ്ങൾ അതിൽ നിന്ന് ഒരു ഉത്ഭവിച്ച ഈ നാടൻ പാട്ടുകളിൽ നിന്ന് ക്രിസ്ത്യൻ നാടൻ പാട്ടുകളിലേക്കുള്ള രൂപാന്തരം അത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ള ഒരു വിശകലനം നമുക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുമോ? അതായത് 1910 ഉതുപ്പ് ലൂക്കോസ് മലയാളത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പുരാതന പാട്ടുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം അച്ചടിച്ചു. അദ്ദേഹം സമ്പാദിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ സമ്പാദിച്ചതാണ്. അദ്ദേഹം എഴുതിയതല്ല, സമ്പാദിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ പാട്ടുകൾ ക്രിസ്ത്യൻ സമൂഹത്തിലും ഈ കേരളത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അദ്ദേഹം ആൺപാട്ട്, പെൺപാട്ട്, പള്ളിപ്പാട്ട് എന്ന് തിരിച്ചുകൊണ്ട് പാട്ടുകളെ അദ്ദേഹം ശാഖകളാക്കി 3 ശാഖകളായി തിരിച്ചിട്ട് അദ്ദേഹം അച്ചടിച്ചു. പക്ഷേ അതിനേക്കാൾ മുമ്പ് പാട്ടുകൾ, ക്രിസ്ത്യൻ പാട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി പോർച്ചുഗീസുകാർ കലകളെയും ഈ കാവ്യങ്ങളെയും അല്ലെങ്കിൽ പാട്ടുകളെയും തടഞ്ഞു നിർത്തി, അത് നമുക്ക് ഉദയംബ സുനോദോസിന്റെ കാനോനുകൾ വായിച്ചാൽ മനസ്സിലാകും. അവർ കൂടുതൽ ആത്മീയതയിലേക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഇതാണ്. ഇപ്പം ഇത്തരം കലകളെ, ഇത്തരം സംസ്കാരങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു അവരുടെ നിരുത്സാഹപരമായ നീക്കം ഒരുപാട് പാട്ടുകളെ, ക്രിസ്ത്യൻ കലകളെ നമ്മിൽ നിന്ന് അകറ്റി എന്ന് തന്നെ പറയാം. എന്നാലും തെരഞ്ഞ് നമ്മൾ പോകുമ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിൽ വാമൊഴിയായിട്ട് ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു. ആ പാട്ടുകളെ കണ്ടെത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് നാടൻ പാട്ടുകൾ, ക്രിസ്ത്യൻ നാടൻ പാട്ടുകളെ കുറേ അറിയാനായിട്ട് സാധിച്ചത്. അതാണ് എൻ്റെ PhD ഗ്രന്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ടീച്ചറെ, ഈ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ കൊട്ടാരവുമായിട്ട് ഇതിന് ഒരു വലിയൊരു ബന്ധമുണ്ട്. കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിൻ്റെ തെക്കരെന്നും കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിൻ്റെ വടക്കരെന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ 2 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്. അത് ഈ സംസ്കാരവുമായിട്ട് അല്ലെങ്കിൽ നാടൻ പാട്ടുകളുമായിട്ട് അതെങ്ങനെയാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്? കൊടുങ്ങല്ലൂർ ഇപ്പം ഇങ്ങനെ വിശ്വാസം എങ്ങനെയാണ്, കൊടുങ്ങല്ലൂരിൻ്റെ 2 ഭാഗം, അത് തെക്ക് വശത്ത്, കൊട്ടാരത്തിൻ്റെ തെക്ക് വശത്ത് താമസിക്കുന്ന തെക്കും ഭാഗർ എന്നും വടക്ക് താമസിക്കുന്നവർ വടക്കും ഭാഗർ എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. തെക്കും ഭാഗർ എന്ന് പറയുമ്പോൾ ക്നാന സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. വടക്കും ഭാഗർ എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂരും അതിൻ്റെതായ പ്രാന്തപ്രദേശങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഇവർ ഏത് വിഭാഗത്തിലാണ്? അങ്ങനെ മറ്റൊരു ക്നാനായ സഭയെന്ന് പറയുമ്പോൾ ഇത് മർത്തോമ ക്രിസ്ത്യാനികൾ. ഇന്നത്തെ പോലെ സഭകളും ഉപസഭകളും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. 1653 കൂനംകുരിശ് കൂനംകുരിശോട് കൂടിയിട്ടാണ് ഈ സഭ, നേരത്തെ പറഞ്ഞല്ലോ 2 സഭകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്, ആ വ്യത്യാസം രൂഢമൂലമായത്. അപ്പോഴാണ്
ഇന്ന് കാണുന്ന വിധത്തിലുള്ളതായ ചെറിയ ചെറിയ സമൂഹങ്ങളായി, സഭകളായിട്ട്, അവാന്തര വിഭാഗങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ മാറ്റപ്പെട്ടത്. അന്ന് പടുക്കുംപാകർ എന്ന് പറയുന്നവർ അവർ കച്ചവടത്തിലും കൃഷിയിലും പിന്നെ വാണിജ്യത്തിലും എല്ലാത്തിലും താല്പര്യമുള്ളവരായിരുന്നു. അപ്പോൾ ഈ വടക്കുംപാകർ ഈ തൃശ്ശൂർ പ്രദേശത്ത് ഒത്തുകൂടിയപ്പോൾ, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒത്തുകൂടിയപ്പോൾ അവർക്ക് അവരുടേതായ തനിമയാർന്ന ഒരു കലയും പാട്ടും സംസ്കാരവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജ്ഞാന സമൂഹം എന്ന് പറയുമ്പോൾ AD 345 ക്നായിത്തൊമ്മൻ അദ്ദേഹം ഇവിടെ വന്ന്, അദ്ദേഹം കുടുംബവുമായി വന്നു എന്നാണ് പറയുന്നത്. അവർ വന്നിട്ട് ഇവിടെ അവരുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുകയാണ് ചെയ്തതെന്ന് പാരമ്പര്യമായി വിശ്വസിക്കുന്നു. ക്നായിത്തൊമ്മൻ ചെപ്പേട് ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ ഇതുവരെ നമുക്ക് അതിൻ്റെ ഒറിജിനലായിട്ടുള്ളത് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ പാരമ്പര്യ വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. കാരണം അവരുടേതായ തനിമയാർന്ന ഒരു ജീവിത രീതിയും ശൈലിയും എല്ലാം അവർ കൊണ്ടു നടക്കുന്നുണ്ട് ജ്ഞാന സമൂഹം. അവരാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യൻ നാടൻ പാട്ടുകളിലേക്ക് കൂടുതൽ സ്വാധീനിക്കപ്പെട്ട അത്തരം വിഷയങ്ങൾ പിന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു അവരാണോ? അതെന്താണെന്ന് വെച്ചാൽ ജ്ഞാന സമൂഹത്തിൽ 1-2 പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരുടേതായ ഇതായിട്ട് അവർ പരിപോഷിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ എല്ലാവർക്കും ഈ പറഞ്ഞതായ ക്രിസ്ത്യൻ സമൂഹത്തിന് എല്ലാവർക്കും ഇതേപോലെയുള്ള കലകളും പാട്ടുകളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ജ്ഞാന സമൂഹത്തിൽ അവർ അതിനെ വളർത്തിയെടുക്കാനായിട്ട് പരിപോഷിപ്പിക്കാനായിട്ട് ശ്രദ്ധിച്ചു എന്നതാണ് അതിൻ്റെ നേട്ടം. ടീച്ചർ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ പാട്ടുകളെ പറ്റി നമ്മൾ പറയും, നാടൻ പാട്ടുകൾ, ക്രിസ്ത്യൻ പാട്ടുകൾ ഇതെല്ലാം പറയും. ഇതിനകത്ത് പെൺപാട്ടുകളെ പറ്റിയിട്ടൊരു ഒരു ഒരു വിശകലനം ഇടയ്ക്ക് പറയുകയുണ്ട്. എന്താണ് ഈ പെൺപാട്ടുകളിന് വേർതിരിക്കപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുക വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്ന് വെച്ചാൽ പെൺപാട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 1910 ഉതുപ്പു ലൂക്കോസിന്റെ മലയാളത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പുരാതന പാട്ടുകൾ, ആ പുസ്തകത്തിലാണ് ഈ വേർതിരിവ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അന്ന് ഒരു അതായത് ആ കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ സ്ത്രീകൾക്ക് പുറത്തേക്ക് പോകാനുള്ളതായ ഒരു സാഹചര്യം അന്ന് ഇല്ലായിരുന്നു. പക്ഷേ കുടുംബത്തിൽ അവർ തന്നെയാണ് രാജ്ഞിമാർ. ഇവിടുത്തെ ഇടപെടലുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെണ്ണുങ്ങൾ, സ്ത്രീ എന്നൊക്കെ ഇന്നത്തെ സാഹിത്യാംശത്തിൽ വരുന്ന വാക്കാണ്, പെണ്ണുങ്ങളാണ് കുടുംബം എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെൺപാട്ട് എന്ന് പറഞ്ഞത്. ആൺപാട്ടും മാർഗംകളി ആൺപാട്ടാണ്, ആൺകളിയാണ്. അത് പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കും പള്ളിപ്പാട്ടുകൾക്കും. പെൺപാട്ട് പറയുമ്പോൾ അത് ഏതൊക്കെ ഇതുണ്ട്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഏറ്റവും അധികം പെൺപാട്ടുകളുടെ ശേഖരമുള്ളത് കല്യാണ ആഘോഷത്തോടു കൂടിയാണ്. കാരണം ഏറ്റവും വലിയ ഉത്സവം, ഗൃഹോത്സവം എന്ന് പറയുന്നത് കല്യാണത്തിന്റെ സമയം തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഏറിയ പങ്കും പാട്ടുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിനേക്കാൾ ഒക്കെ ആയിട്ട് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വടക്കുംപാകരുടെ പാട്ടുകളായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എനിക്ക് ഒരുപാട് പാട്ടുകൾ, അതായത് കുറുമൊഴി പാട്ടുകൾ എന്നാണ് ഞാൻ പേരിട്ടിട്ടുള്ളത്. ചെറിയ ചെറിയ പാട്ടുകൾ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദീർഘമായിട്ടുള്ള പാട്ടുകളൊന്നല്ല, ചെറിയ ചെറിയ പാട്ട്, കുറുമൊഴി പാട്ടുകൾ, 4 വരി അല്ലെങ്കിൽ 6 വരി 8 വരി. അതെ, പഴഞ്ചൊല്ലിന്റെ ആ ഒരു ഗുണം തന്നെയാണ് ഈ കുറുമൊഴി പാട്ടുള്ളത്. ആ കുറുമൊഴി പാട്ടുകൾ സാമൂഹികമായ അംശമുണ്ട്, സാമുദായികമായ അംശമുണ്ട്, സാമ്പത്തികമായ അംശമുണ്ട്. അങ്ങനെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തൊട്ടുണർത്തുന്ന ആ കുറുമൊഴിപ്പാട്ടുകൾ അത് വിശേഷപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ കുറുമൊഴിപ്പാട്ടുകളിൽ നമ്മൾ ഈ മതസൗഹാർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇതുണ്ടോ? കാരണം അന്ന് ക്രിസ്ത്യൻ നാടൻ പാട്ടുകളാണെങ്കിൽ പോലും പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സമുദായ വിഭാഗങ്ങളുമായിട്ട് ചേർന്ന് നിന്ന ചില അംശങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കലർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ നാടൻ പാട്ടുകൾക്ക് ഒരു പൊതുമനസ്സാണുള്ളത്. ആ പൊതുമനസ്സിൽ നമ്മൾ ഈ നാടൻ പാട്ടുകൾ ശ്രദ്ധിക്കാൻ, ക്രിസ്ത്യൻ നാടൻ പാട്ടുകൾക്കും ഈ പൊതുമനസ്സുണ്ട്. ഇപ്പോൾ ഈ കുറുമൊഴിപ്പാട്ട് നേരത്തെ പറഞ്ഞല്ലോ, കളികളി മോനി കോയിൻ്റെ ബാപ്പ, ചിന്നക്കോലൊടിക്കുമ്പോൾ കണ്ണിക്കൊള്ളും, അവിടെ മുറിക്കടോ സേതുവിൻ്റെ അമ്മേ, വായുവിൻ്റെ ദണ്ണം, തരകനെ വിളിക്ക്, പെട്ടി തുറക്ക്, കുളികയെടുക്ക്, അരയ്ക്ക് കൊടുക്ക്, കുടിച്ചു മരിക്ക്. അതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ആശയത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു ഒരുമ, മതസൗഹാർദ്ദത്തിന്റെ ഒരുമ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, കളികളി മോനെ കോയിന്റെ ബാപ്പ, നോക്കൂ ബാപ്പ, അവിടെ ഒരു മുസ്ലിമിന്റെ അംശം വന്നു. ചിന്നക്കോൽ ഒടിക്കുമ്പോൾ, ചിന്നക്കോൽ എന്ന് പറഞ്ഞാൽ കുട്ടിങ്കോലും കളിക്കലാണ്, കുട്ടിങ്കോലും കളിച്ചു. ചിന്നക്കോൽ ഒടിക്കുമ്പോൾ കണ്ണിൽ കൊള്ളും, കണ്ണിലുണ്ടു കുട്ടിയുടെ ചോര വന്നു, അപകടം പറ്റി. അവിടെ മുറിക്കടോ സേതുവിന്റെ അമ്മേ,
സേതുവിൻ്റെ അമ്മ, സേതു ഹിന്ദുവാണ്. അപ്പോൾ ഉടനെ ഓടിക്കൂടി സേതുവിൻ്റെ അമ്മോട് പറയും ഒരു കഷ്ണം തുണി മുറിച്ച് ആ കണ്ണ് കെട്ടണം, ചോര പോവാണ്. അവിടെയും മുറിക്കൂടോ സേതുവിൻ്റെ അമ്മ. വായുവിൻ്റെ ദണ്ണം. അപ്പോഴേക്കും ഈ കുട്ടിയുടെ അമ്മയ്ക്ക് വായുവിൻ്റെ ദണ്ണം വന്നു, പേടിച്ചു വന്നു. തരകനെ വിളിക്ക്, തരകൻ വൈദ്യൻ എന്ന് വെച്ചാൽ പ്രത്യേകതയുണ്ട്. അതിലൊരു ചരിത്രമുണ്ട്. കാരണം കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂര് വന്ന് തൃശ്ശൂരിനെ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടത് ഈ തരകന്റെ വീട്ടുകാരായിരുന്നു. തരകിന്റെ സ്ഥാനം കൊടുത്തവരാണ്. തരക് പിരിക്കാനുള്ള സ്ഥാനപ്പേരാണ്. ചുങ്കം പിരിക്കാനുള്ള അവകാശം കൊടുത്തവരാണ് തരകന്മാർ. അവരുടെ വീട്ടുപേര് അതല്ല, പക്ഷെ തരകൻ എന്നുള്ള ആ പേര് പിന്നെ സ്ഥാനാന്തരപ്പെടുക ചെയ്തത്. അപ്പോൾ അന്ന് കൊച്ചി രാജാവിനെ പലപ്പോഴും രോഗത്തിൽ നിന്ന് രക്ഷിച്ചത് ഈ തരകൻ വൈദ്യനാണ്. അവർക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു സിദ്ധി ഈ തരത്തിലുള്ള വൈദ്യ മേഖലയിൽ അല്ലേ? അതെ, തീർച്ചയായിട്ടും വൈദ്യമേഖലയിൽ തന്നെയാണ്. അപ്പൊ തരകനെ വിളിക്ക്, പെട്ടി തുറക്ക്, ഗുളികയെടുക്ക്, അരക്ക് കൊടുക്ക്, കുടിച്ചു മരിക്കുന്ന തൃശ്ശൂർക്കാരുടെ ഒരു ഭാഷയുടെ പ്രത്യേകതയാണ്. തൃശ്ശൂർക്കാർക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷാ ശൈലി തന്നെയുണ്ട്. അത് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ കുറുമൊഴി പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റ് പാട്ടുകൾ ഇപ്പം മാർഗംകളി അത് അത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ അപ്പൊ അതിൽ നമ്മൾ വിശ്വാസവുമായിട്ട് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഈ പാട്ടിൽ ഇപ്പോൾ ക്രിസ്ത്യൻ ബിംബങ്ങളെയാണ്, ചിഹ്നങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പാട്ടിനല്ലാണ്ട് വേറെ പാട്ടുണ്ട്, അത് അധികമൊന്നുമില്ല. കൊന്തിട്ട മുത്തപ്പൻ കുരിശൻ ഇപ്പോൾ കൊണ്ടാടി മാതിരി ചക്കരപ്പം, വെറും 2 വരിയേ ഉള്ളൂ. പക്ഷേ ആ പാട്ടുകൾക്കിടയിലൂടെ പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊന്തിട്ട മുത്തപ്പൻ, കൊന്തിട്ടതാരാ? ആ കത്തോലിക്കൻ, കൊന്തിട്ട കത്തോലിക്കനാണല്ലോ. മുത്തപ്പൻ എന്ന പേര്, മുത്തപ്പൻ, തൃശ്ശൂർക്കാർ ചിലരൊക്കെ ആ മുത്തപ്പൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ പ്രാർത്ഥനാ രൂപത്തിലും തോമാസ്ലിയെ മുത്തപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ കൊന്തിട്ട മുത്തപ്പൻ കുരിശിന് പോയി. കുരിശ് എന്ന് പറയുമ്പോൾ കുരിശിന് പോയത് എവിടേക്കാ? മലയാറ്റൂർക്ക് എന്ന് പറയാണ്. മലയാറ്റൂർക്ക് പോകുമ്പോൾ കൊണ്ടാടി മാതിരിയേ ചക്കരപ്പം. മലയാറ്റൂർ പോവാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ശബരിമലയ്ക്ക് പോണ പോലെ കാശിക്ക് പോണ പോലെയൊക്കെ പോയ ആൾ തിരിച്ചു വരണമൊന്നുമില്ല. അന്ന് നിബിഡമായ വനങ്ങളാണ്. അപ്പോൾ തിരിച്ചു വരും എന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് എന്താണ് മോൻ മരുമോളോട്, ഭാര്യയോട് പറയണം കൊണ്ടാടി മാതിരിയേ ചക്കരപ്പം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കുടുംബത്തിൽ നായർ സമൂഹത്തിൻ്റെ പോലെ തന്നെ ആദ്യമാരെ പോലെ തന്നെ എന്താണ് കാരണവന്മാർക്കാണ് എല്ലാ സ്വത്തിൻ്റെയും അവകാശം. അപ്പോൾ എന്താണ് ഈ കാരണവര് കൊന്തിട്ട മുത്തം കുരിശിന് പോയണ കണ്ടപ്പോൾ, സഞ്ചി നോക്കി പോണ കണ്ടപ്പോൾ താക്കോൽക്കൂട്ടം എപ്പോഴും ഈ കാരണവരുടെ അരയിലിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പോണ നേരത്ത് ഈ കാരണവര് മോൻ്റെ കയ്യിൽ താക്കോൽക്കൂട്ടം കൊടുക്കുകയാണ്. മോന് സന്തോഷമായി. അപ്പോൾ സാധാരണ ഒരു തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒരു വിയോഗത്തെ സൂചിപ്പിക്കുന്ന രീതിയിലല്ലേ അത് വരുന്നത്? അതെ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്താണ്? അത് സന്തോഷം എന്താണെന്ന് വെച്ചാൽ അന്നൊന്നും ഇന്നത്തെ പോലെ സമ്പന്നമായ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നില്ല. 3 നേരത്തിന് 6 നേരം കഴിക്കുന്ന ഇന്നത്തെ പ്രവണത അന്നുണ്ടായിരുന്നില്ല. കടുത്ത ദാരിദ്ര്യ ദുഃഖമാണ്. അപ്പോൾ ചൊൽപ്പടിയിൽ എല്ലാവരും നിർത്തി. കാരണം അവർ ഇന്നത്തെ പോലെ അണുകുടുംബമൊന്നുമല്ല, 50ഉം 100ഉം കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 50ഉം 100ഉം ആളുകൾ ഒരു വീട്ടിൽ കഴിഞ്ഞുകൂടിയിരുന്നു. അപ്പൊ അവരെ എല്ലാം തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താണ് കാരണവര്. അപ്പോൾ കാരണവര് അവിടേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ മോന് സന്തോഷാണ്. എൻ്റെ കയ്യിൽ താക്കോൽക്കൂട്ടം കിട്ടിയില്ലേ, 10,000 വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതെ, വന്നില്ലെങ്കിലും കുഴപ്പമില്ല, 10,000 പേരുടെ താക്കോൽ എൻ്റെ കയ്യില്ല, വീടിന്റെ താക്കോൽ എൻ്റെ കയ്യില്ല. അപ്പൊ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം. അതുകൊണ്ടാണ് മാതിരിയെ എന്ന് വിളിച്ചു പറയുന്നത്. നമുക്കൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാം എന്ന് പറയുന്നതാണ്.